നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അന്താരാഷ്ട്ര യോഗാ ദിനം ചേർപ്പ് മേഖലയിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വെൽക്കം ഡ്രിങ്കിൽ നിന്നും ഭക്ഷ്യവിഷബാധ. ചേർപ്പ് ചൊവ്വൂരിൽ മരണാനന്തര ചടങ്ങുകളുടെ ഭാഗമായി നടന്ന വിരുന്നിൽ പങ്കെടുത്ത നിരവധി പേർക്ക് ഭക്ഷ്യവിഷബാധ. കരുവന്നൂരിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് 3 വാഹനങ്ങളിൽ ഇടിച്ചപകടം. വെള്ളിയാഴ്ച രാവിലെ 7:30ഓടെയാണ് അപകടം നടന്നത്. ഒല്ലൂർ തൈക്കാട്ടുശ്ശേരി സെന്റ് പോൾസ് പള്ളിയിലെ വിശുദ്ധ പൗലോസ്ലീഹായുടെ തിരുനാൾ 30-ന് ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പാറളം ഗ്രാമപഞ്ചായത്തും കോടന്നൂർ ആയുർവേദ മാതൃക ഡിസ്പെൻസറിയും ചേർന്ന് സംഘടിപ്പിച്ച അന്താരാഷ്ട്ര യോഗ ദിനാചരണം പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ ആശുപത്രിയിലും പഞ്ചായത്തിന്റെ വിവിധ വാർഡുകളിലുമായി 350 പേരാണ് യോഗ പരിശീലനം ചെയ്യുന്നത്. യോഗ വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ പ്രചരണ ഘോഷയാത്രയും സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പോൾ അധ്യക്ഷനായി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പ്രമോദ്, പഞ്ചായത്ത് അംഗങ്ങളായ സ്മിനു മുകേഷ്, സുബിത സുഭാഷ്, ജൂബി മാത്യു, പി കെ ലിജു, ഡോക്ടർ വി എൻ കവിത, ഡോക്ടർ സി വി സോണി, യോഗ ഇൻസ്ട്രക്ടർ കെ കെ ബിജേഷ് എന്നിവർ സംസാരിച്ചു. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. അതിനോടനുബന്ധിച്ചിട്ടാണ് നമ്മളെല്ലാവരും ഈ ഹാളിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. മാനസിക സമ്മർദ്ദവും ജീവിതശൈലി രോഗങ്ങളും വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് യോഗയുടെ പ്രാധാന്യം വളരെ വലുതാണ്. നമുക്കറിയാം, നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഊർജവും ഉഷ്ണതയും നൽകാൻ ഇതുപോലുള്ള യോഗ ക്ലാസുകൾക്ക് കഴിയും. നമുക്കറിയാം, തുടക്കത്തിൽ നമുക്ക് കോവിഡ് വന്ന സമയത്ത് നമ്മുടെ ആളുകൾക്ക്, കോവിഡിലൂടെ വന്ന് മാറിയ ആളുകൾക്കൊക്കെ ബ്രീത്തിങ്ങിന് ബുദ്ധിമുട്ടുണ്ടായിരുന്ന സമയമുണ്ടായിരുന്നു. ആ സമയത്ത് 4ാം വാർഡിലുള്ളവരും യോഗ പഠിക്കുന്നവരെ വിളിച്ചത് എന്നെ സമീപിക്കുകയും നമ്മൾക്ക് അന്ന് ഇതുപോലെയുള്ള കൂടിച്ചേരലുകളും നടക്കുമായിരുന്നില്ല. അന്ന് ഓൺലൈനായിട്ട് നമുക്ക് യോഗ പരിശീലനം നമ്മൾ നടത്തിപ്പോയിരുന്നു. വെൽക്കം ഡ്രിങ്കിൽ നിന്നും ഭക്ഷ്യവിഷബാധ. ചേർപ്പ് ചൊവ്വൂരിൽ മരണാനന്തര ചടങ്ങുകളുടെ ഭാഗമായി നടന്ന വിരുന്നിൽ പങ്കെടുത്ത നിരവധി പേർക്ക് ഭക്ഷ്യവിഷബാധ. അവശരായ 6 പേർ ചേർപ്പിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. മരണവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ വാർഷിക ചടങ്ങ് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ളൊരു ഫുഡ് പോയ്സൺ സംഭവിച്ചിട്ടുള്ളത്. ചേർപ്പ് പഞ്ചായത്തിൽ ഒരു 7 പേർക്കും അതിലൊരാൾ ഗവൺമെൻറ് ആശുപത്രിയിൽ അഡ്മിറ്റായിട്ടുണ്ട്. പിന്നെ 6 പേര് രോഹിണി ആശുപത്രിയിൽ അഡ്മിറ്റായിട്ട് ട്രിപ്പ് ഇട്ട് പോവുകയാണ് ഉണ്ടായത്. പിന്നെ അവനിശ്ശേരി പഞ്ചായത്തിൽ 2 പേർക്കാണ് ഇത് ബാധിച്ചിട്ടുള്ളത്. ഇത്തരത്തിലുള്ളൊരു സംഭവം ആദ്യമായിട്ടാണ്. നമ്മുടെ ചൊവ്വൂരിനകത്ത് വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്ന ഒരു സ്ഥാപനമാണ്. ചൊവ്വൂരിനല്ല, അവിടുത്തുള്ള അടുത്ത പ്രദേശത്തുള്ള ആളുകൾ തന്നെ എല്ലാവരും ഈ കാറ്ററിംഗ് സർവീസ് തന്നെയാണ് ആശ്രയിക്കുന്നത്. ഇതിപ്പോൾ എന്താ ഉണ്ടായെന്നറിയില്ല. കിണറ്റിലെ വെള്ളത്തിൽ നിന്നാണെന്ന് തോന്നുന്നു, ആണെന്നാണ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് പറഞ്ഞിട്ടുള്ളത്. ഫുഡിൽ നിന്നല്ല, വെള്ളത്തിൽ നിന്നാണ് ഈ സംഭവം സംഭവിച്ചിട്ടുള്ളത്.
എന്നുവെച്ചാൽ ഇവിടെ നിന്ന് ബാക്കി വന്ന ഫുഡ് ഒരു അനാഥാലയത്തിലേക്ക് ഇവർ കൊടുക്കുകയുണ്ടായി. അപ്പോൾ ആ അനാഥാലയത്തിലേക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ അവിടെ ആർക്കും തന്നെ ഒരു ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അപ്പോൾ വെള്ളത്തിൽ നിന്ന് തന്നെയാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ജൂൺ 17-നാണ് സദ്യ നടന്നത്. പങ്കെടുത്തവർക്ക് പിറ്റേന്നു മുതൽ വയറുവേദനയും ഛർദിയും വയറിളക്കവും ബാധിച്ചതായി ചേർപ്പ് പഞ്ചായത്തിന്റെ ആരോഗ്യ വിഭാഗം പറഞ്ഞു. പല ഭാഗങ്ങളിൽ നിന്നായി 350ഓളം ആളുകൾ സദ്യയിൽ പങ്കെടുത്തിട്ടുണ്ട്. വെൽക്കം ഡ്രിങ്ക് കുടിച്ചവർക്കാണ് വിഷബാധ ഉണ്ടായത്. ഭക്ഷണം ഒരു അഗതി മന്ദിരത്തിൽ നൽകിയിരുന്നു. അത് കഴിച്ച ആർക്കും അസ്വസ്ഥത ഉണ്ടായില്ല. അതിനാൽ വെള്ളത്തിൽ നിന്നാണ് അണുബാധ ഉണ്ടായതെന്ന് സംശയിക്കുന്നതായി ഹെൽത്ത് ഇൻസ്പെക്ടർ റെജി ബാനർജി പറഞ്ഞു. കരുവന്നൂരിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് 3 വാഹനങ്ങളിൽ ഇടിച്ചപകടം. വെള്ളിയാഴ്ച രാവിലെ 7:30ഓടെയാണ് അപകടം നടന്നത്. ഇരിങ്ങാലക്കുട ഭാഗത്തു നിന്നും വന്ന അല്ലസ എന്ന സ്വകാര്യ ബസ് കരുവന്നൂർ ചെറിയ പാലത്തിൽ വെച്ച് മറ്റൊരു വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ നിയന്ത്രണം വിട്ട് ഓട്ടോറിക്ഷയിലും സമീപത്ത് പാർക്ക് ചെയ്തിരുന്ന സ്കൂട്ടറിലും തട്ടിയ ശേഷം എതിരെ വന്ന ബൈക്കിൽ ഇടിക്കുകയായിരുന്നുവെന്ന് നാട്ടുകാർ പറഞ്ഞു. ബൈക്ക് യാത്രികനായ കരുവന്നൂർ തേലപ്പള്ളി സ്വദേശി കൂടാരത്തിൽ 40 വയസ്സുള്ള ഷൈജുവിന് അപകടത്തിൽ പരിക്കേറ്റു. ഇയാളെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒല്ലൂർ തൈക്കാട്ടുശ്ശേരി സെന്റ് പോൾസ് പള്ളിയിലെ വിശുദ്ധ പൗലോസ്ലീഹായുടെ തിരുനാൾ 30-ന് ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. തൈക്കാട്ടുശ്ശേരി ഇടവകയുടെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച 2ാമത്തെ വീടിന്റെ താക്കോൽദാനം നവംബർ 1-ന് നടക്കും. 29-ന് രാവിലെ 6:15-നുള്ള കുർബാനയ്ക്ക് ഫാദർ നോബി അബൂക്കൻ മുഖ്യ കാർമ്മികനായിരിക്കും. തുടർന്ന് കൂടുതൽ ശുശ്രൂഷ നടക്കും. 30-ന് ഞായറാഴ്ച രാവിലെ 6:15-നുള്ള കുർബാനയ്ക്ക് ശേഷം നേർച്ച ഭക്ഷണം ആശീർവാദം ഈ വർഷം 6000 പേർക്കാണ് ഭക്ഷണം തയ്യാറാക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ തൈക്കാട്ടുശ്ശേരി സെന്റ് പോൾസ് ദേവാലയ വികാരി ഫാദർ സ്റ്റാർസൺ കള്ളിക്കാടൻ, ട്രസ്റ്റിമാരായ ലിയോ ജോസ് അക്കര, ഫെന്നി ഫ്രാൻസിസ് മുത്തുപിടിക, ഡിൻസൺ വിൻസെന്റ് ചിറക്കേക്കാരൻ, തിരുനാൾ കൺവീനർ സിജോ കുരിശെങ്കിൽ എന്നിവർ പങ്കെടുത്തു. ഞങ്ങൾ വലിയ സന്തോഷത്തിലാണ്. തൈക്കാട്ടുശ്ശേരി ഇടവകയിലുള്ളവർ ഈ വർഷം നമ്മുടെ ഇടവകയുടെ 50ാം വാർഷികം സുവർണ ജൂബിലി ആഘോഷമാണ്. അതേസമയം തന്നെയാണ് തിരുനാൾ ആഘോഷവും വരുന്നത്. ഇടവകയുടെ മധ്യസ്ഥനായ പൗലോസ്ലീഹായുടെ വിശ്വാസ തീക്ഷ്ണതയിൽ ജ്വലിച്ച പുണ്യവാന്റെ തിരുനാളാണ് ഈ വരുന്ന 30-ാം തീയതി, ജൂൺ 30-ാം തീയതി. ഒരുപക്ഷെ ഒല്ലൂര് ഫൊറോനയിൽ തന്നെ ഈ പ്രദേശത്ത് തന്നെ അറിയപ്പെടുന്ന ഒരു ഊട്ടുതിരുനാളാണ് എന്ന് പറഞ്ഞാൽ അത്രയും ആഘോഷത്തോടുകൂടെ നാനാജാതി മതസ്ഥര് ഒരുമിച്ച് ഒരു കുടക്കീഴിൽ ആത്മീയതയുടെയും അതുപോലെ തന്നെ സന്തോഷത്തിൻ്റെയും ഒരു സമൃദ്ധിയുടെയും ഒക്കെ ഒരു ഉത്സവമായിട്ടാണ് ഈ തിരുനാൾ ആഘോഷിക്കുന്നത്. നിങ്ങളെല്ലാവരെയും ഈ തിരുനാളിലേക്ക് ഏറ്റവും ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. ഈ 50ാം വർഷത്തോടനുബന്ധിച്ച് സുവർണ ജൂബിലിയോടനുബന്ധിച്ച് ഈ വർഷം ചെയ്യുന്ന കുറേയധികം പ്രോഗ്രാമുകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഞങ്ങൾ ഈ ദിവസങ്ങളിൽ നമ്മുടെ തിരുനാൾ ദിവസം തന്നെയാണ് നെൽസൺ ജോബ് എന്ന് പറയുന്ന ശാലോം TV-യിലും അതുപോലെ തന്നെ കുറേയധികം ചാനലിലും ഒക്കെ പ്രഘോഷണം നടത്തുന്ന നെൽസൺ ജോബ് എന്ന് പറഞ്ഞ അച്ഛനാണ് അന്നത്തെ തിരുക്കർമ്മങ്ങളിൽ അന്നത്തെ പൗലോസ്ലീഹയെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ പറയുന്നത്. നാഷണൽ ആയുഷ് മിഷന്റെയും അവണിശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും അവണിശ്ശേരി ആയുഷ് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആചരിച്ചു. പഞ്ചായത്ത് മിനി കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VI ജോൺസൺ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് ഗീത സുകുമാരൻ, ബ്ലോക്ക് മെമ്പർമാരായ സുനിൽ ചാണശ്ശേരി, റോസ്ലി ജോയ്, ഗീത ശ്രീധരൻ, വാർഡ് മെമ്പർമാരായ വൃന്ദ ദിനേശ്, രാജു AR, ജോയ് പയ്യപ്പള്ളി, ശ്രീജിത്ത് NP, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുനന്ദ, അസിസ്റ്റന്റ് സെക്രട്ടറി സിന്ധു K സുധൻ, TV മോഹനൻ, വിമൽ, ദീപ സുധീഷ്, യോഗ ഇൻസ്ട്രക്ടർ ഡോക്ടർ വരദ എന്നിവർ പങ്കെടുത്തു. നമ്മളുടെ എന്താ പറയുക, ഈ കൈക്കുഴ, ഷോൾഡർ, കാൽമുട്ട്, അപ്പോൾ ഇങ്ങനെയുള്ള പരിശോധനകളൊന്നും സാധാരണ നടത്താനല്ല. നമ്മൾ വളരെ തിരക്ക് പിടിച്ച ജീവിതത്തിലാണ്. ഇതൊരു ഘട്ടം കഴിയുന്ന സമയത്ത് നമുക്ക് മുട്ടുവേദന വരും. മുട്ടുവേദന വരുന്ന സമയത്ത് ആദ്യം ഒരു ഓർത്തോൻ്റെ ആളെ ഒന്ന് പറഞ്ഞാൽ ഒന്ന് കാൽസ്യത്തിൻ്റെ ഗുളികയോടൊപ്പം എക്സസൈസ് പറയും, മുട്ട് നീർത്താനും മടക്കാനൊക്കെ. അപ്പോഴാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ മുട്ടിലേക്ക് നോക്കിയത് നീരുന്നുണ്ട്. പലർക്കും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലെത്തിക്കും. ഞാൻ പറഞ്ഞു വന്നത്, ഏതെങ്കിലും ഒരു ആപത്ത് പ്രതിസന്ധിയൊക്കെ വരുന്ന സമയത്താണ് ആളുകൾ ഈ യോഗയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്, ആചരിച്ച് തുടങ്ങുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു ഘട്ടത്തിലേക്ക് വെയിറ്റ് ചെയ്യാതെ നിത്യജീവിതത്തിലൊരു
നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ഈ യോഗാ ദിനം പ്രചോദനമാവട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗാ ദിനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് ഇന്ന് നമ്മുടെ ഇന്നത്തെ ഈ പ്രപഞ്ചത്തിൽ ഏതൊരു വ്യക്തിക്കും ജീവിതവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ മാനസിക സംഘർഷങ്ങളില്ലാതെ മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ വളരെയധികം വിരളമാണ് എന്നുള്ളത് നമുക്ക് അറിയാം. നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയാൽ തൊട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ അന്നത്തെ ദിവസത്തിൻ്റെ ഏറ്റവും അവസാനം വരെ സംഘർഷപാതയിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നു. സംഘർഷങ്ങളില്ലാത്ത ഒരു വീടും സംഘർഷങ്ങളില്ലാത്ത നമ്മുടെ പ്രദേശവും നാടും സൃഷ്ടിക്കുക എന്നുള്ള ഒരു സംവിധാനം കൂടിയിട്ടാണ് ഈ യോഗയിലെ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ളത്. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ച് ശ്രീശങ്കര ശിശുവിദ്യാ മന്ദിരത്തിൽ യോഗാ ദിനാചരണം നടന്നു. വിദ്യാലയ സമിതി പ്രസിഡന്റ് വി രവി ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പ്രധാനാധ്യാപിക രാഗി വീച്ചി കുട്ടികൾക്ക് ക്ലാസ് നയിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും യോഗ പ്രദർശനവും നടന്നു. നമ്മളുടെ ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്കും ഏത് സമയത്തും ചെയ്യാൻ പറ്റാവുന്ന ഒരു സംഗതിയാണ് യോഗ. എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ ടീച്ചർമാരോടാണ് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, മനസ്സിനെ ഏകാഗ്രത കിട്ടാൻ ഏറ്റവും നല്ല സംഗതിയാണ് യോഗ. പക്ഷെ യോഗ ചെയ്യുന്ന സമയത്ത് അതിന് മാത്രമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല. യോഗ ചെയ്യുന്ന സമയത്ത് അവിടെ അടുപ്പത്ത് എന്തോ കഴിക്കാൻ പറ്റുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇത് ചെയ്യുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ ഇന്നലെ ഞാൻ ആ ടീച്ചറായിട്ട് വഴക്കൂടിയോ അല്ലെങ്കിൽ അവിടെ പ്രശ്നമായാലോ വേറെ ഒരു ചിന്തകളും ഇല്ലാതെ മനസ്സിനെ ഏകാഗ്രത കൊടുത്തുകൊണ്ട് യോഗ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഫലം വളരെ വലുതാണ്. ചേർപ്പ CNN ഗേൾസ് ഹൈസ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനം ആഘോഷിച്ചു. പ്രവീൺ ചന്ദ്രൻ മുഖ്യാതിഥിയായി. ജീവിത സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന സമ്മർദ്ദത്തെ അതിജീവിക്കാനും മാനസിക ഉല്ലാസം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി മെഡിറ്റേഷൻ നയിച്ചു. സർവേഷ് രാജയോഗ സ്പെഷ്യലിസ്റ്റ് കുട്ടികൾക്കായി മൈൻഡ് ഡെവലപ്മെന്റ് സ്കിൽസ് പരിശീലിപ്പിച്ചു. സ്കൂൾ പ്രധാനാധ്യാപകൻ EP ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ ഫസ്റ്റ് അസിസ്റ്റന്റ് ശ്യാം പ്രസാദ്, സ്റ്റാഫ് സെക്രട്ടറി സുനിൽ S എന്നിവർ സംസാരിച്ചു. ഒല്ലൂർ തൈക്കാട്ടുശ്ശേരി സെന്റ് പോൾസ് പള്ളിയിലെ വിശുദ്ധ പൗലോശ്ലീഹായുടെ തിരുനാൾ കൊടിയേറി. വെള്ളിയാഴ്ച രാവിലെ 6:15 കുർബാനയ്ക്കു ശേഷം ഫാദർ ഷിൻഡോ മാറോക്കി തിരുനാളിന് കൊടിയേറ്റി. പെരിങ്ങോട്ടുകരയിൽ യുവാവിനെ വീട്ടിൽ കയറി മർദ്ദിച്ച് തട്ടിക്കൊണ്ടുപോയ സംഘത്തെ അന്തിക്കാട് പോലീസ് പിന്തുടർന്ന് പിടികൂടി. പെരിങ്ങോട്ടുകര താന്യം വെള്ളിയാഴ്ച ചന്തയ്ക്ക് സമീപം വാഴൂർ കൃഷ്ണദേവിനെയാണ് തട്ടിക്കൊണ്ടുപോയത്. കൊടുങ്ങല്ലൂർ ഏറിയാട് സ്വദേശി 29 വയസ്സുള്ള ചെട്ടിയാറ ബിനിൽ, മൂത്തകുന്നം വടക്കേക്കര വാലത്ത് 42 വയസ്സുള്ള ആന്റണി റോഹൻ, ആലപ്പുഴ മാരാരിക്കുളം നിതീഷ് ഭവനിൽ 36 വയസ്സുള്ള നിതീഷ് എന്നിവരെയാണ് അറസ്റ്റിലായത്. വ്യാഴാഴ്ച രാത്രി ആയുധധാരികളായ 3 അംഗ സംഘം വീട്ടിൽ കയറി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് കൃഷ്ണദേവനെ അടിച്ചവശനാക്കി കാറിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്നു. 30 ലക്ഷം തന്നാൽ വിട്ടയക്കാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിക്കൊണ്ടുപോകൽ. വിവരമറിഞ്ഞെത്തിയ അന്തിക്കാട് പോലീസ് ഇവർ വന്ന എർട്ടിക കാറിനെ പിന്തുടർന്നു. തുടർന്ന് എറണാകുളം ഇടപ്പള്ളിയിൽ വെച്ചാണ് സംഘത്തെ പിടിക്കാനായത്. അന്തിക്കാട് പോലീസ് ഇൻസ്പെക്ടർ VS ബിനീഷ്, SI-മാരായ KJ പ്രവീൺ, S ഷിജു, അബ്ദുൽ സലാം, CPO-മാരായ ബിനോയ്, സുർജിത്, സാഗർ, അഭിലാഷ്, അരുൺ എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. റോഡ് തകരാതിരിക്കാൻ കുന്നിൻ മുകളിൽ നിന്ന് കുത്തിയൊലിച്ചെത്തുന്ന മഴവെള്ളം സ്വന്തം ഭൂമിയിലൂടെ ഒഴുക്കിവിട്ട വിധവയായ വയോധികയ്ക്ക് നേരെ ഭീഷണി. പുത്തൂർ മരോട്ടിച്ചാൽ ചീനവളവ് റോഡിന് സമീപം താമസിക്കുന്ന ചിറപ്പാട്ട് ഏലിക്കുട്ടിക്കാണ് ഈ ദുരവസ്ഥ. ഇവരുടെ വീട്ടിലേക്കും സമീപത്തെ പറമ്പുകളിലേക്കുമാണ് ഈ റോഡ് ഉപയോഗിക്കുന്നത്. ഓരോ മഴക്കാലത്തും വെള്ളം കുത്തിയൊലിച്ചെത്തി റോഡ് തകരുന്നത് പതിവായിരുന്നു. ആയിരക്കണക്കിന് രൂപ ചെലവഴിച്ച് കല്ലും മണ്ണും ഇട്ട് നികത്തിയാണ് ഇവർ വർഷം തോറും റോഡ് സഞ്ചാരയോഗ്യമാക്കാറുള്ളത്. ഇത്തവണത്തെ ശക്തമായ മഴയിൽ റോഡ് തകർന്നതോടെ ഇവരുടെ വീട്ടിലേക്ക് വാഹനം പോലും എത്തിക്കാൻ കഴിയാത്ത അവസ്ഥയായി. ഇതിനൊരു പരിഹാരം കാണാൻ അധികൃതരെ സമീപിച്ചെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല. 2 ആഴ്ച മുൻപാണ് റോഡിനോട് ചേർന്ന് ചെറിയ ചാൽ കീറി
വെള്ളം ഇവരുടെ പറമ്പിലേക്ക് ഗതി മാറ്റി ഒഴുക്കിവിട്ടത്. റോഡും വീടും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ ചെയ്ത പ്രവൃത്തികൾക്കെതിരെ ചിലർ ഭീഷണി മുഴക്കുകയാണ്. അസുഖബാധിതയായ ഏലിക്കുട്ടിയും മകനും 2 കുട്ടികളുമാണ് വീട്ടിലുള്ളത്. ആശുപത്രി ആവശ്യങ്ങൾക്ക് പോലും ഒരു വാഹനമെത്താത്ത അവസ്ഥയിലാണ് ഈ റോഡ്. 2018 ചീനവളവ് കുന്നിൽ നിന്ന് ഒഴുകിവന്ന ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ ഇവരുടെ വീടിന് നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. 2019 സ്വന്തം ചെലവിൽ ആരും ഉപയോഗിക്കാത്ത റോഡിന്റെ വശങ്ങളിലൂടെ ഒരു ചാല് തുറക്കുകയും വെള്ളത്തെ ഇവരുടെ സ്വന്തം ഭൂമിയിലൂടെ ഒഴുക്കിവിട്ടിരുന്നു. എന്നാൽ പരിസരവാസി മറ്റാളുകളെ സംഘടിപ്പിച്ച് ചാല് മൂടുകയായിരുന്നു. തുടർന്ന് വന്ന ഓരോ മഴക്കാലത്തും ഇവരുടെ വീട്ടിലേക്കുള്ള റോഡിനും വീടിനും ബുദ്ധിമുട്ടുകൾ നേരിട്ടു. ഇപ്പോൾ റോഡിന് സമീപം കെട്ടിയിരിക്കുന്ന ചാൽ പൊളിച്ച് മാറ്റണമെന്നും വെള്ളം റോഡിലൂടെ തന്നെ ഒഴുക്കിവിടണമെന്നും പറഞ്ഞാണ് ഭീഷണി. ഈ വഴി പോണ കാരണം കൊണ്ട് ഈ പെരയുടെ എൻ്റെ പറമ്പിലേക്ക് വെള്ളം പൊട്ടിച്ച് വിട്ട് കഴിഞ്ഞപ്പോഴത്തേനും അയാൾ പിന്നെ വന്ന് ലേള ഉണ്ടാക്കി പണിക്കാരനെ കൂട്ടിക്കൊണ്ട് വന്നിട്ട് ഇവിടെ വഴി ഈ വഴിക്കൂടി തന്നെ വിടാൻ പറഞ്ഞു, നിങ്ങളുടെ പറമ്പിലേക്ക് വിടരുതെന്ന് പറഞ്ഞു. എൻ്റെ പെരയുടെ മുകളിൽ റബ്ബറിൻ്റെ അകത്തേക്കാണ് ഞാൻ വെള്ളം വിട്ടേക്കണത്. അതേപോലെ ആരെങ്കിലും നന്മ ചെയ്യുന്നുണ്ടോ? നന്മ ചെയ്തിട്ടാണ് എനിക്ക് ഈ ദോഷം. എനിക്ക് ഇവിടെ കിടന്ന് ജയിക്കാൻ യാതൊരു നിവൃത്തിയില്ലാത്ത രീതിയിലാണ് ചെയ്യണത്. ഞാൻ 2 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ ഇരിക്കണതാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എനിക്ക് ഈ വെള്ളം എൻ്റെ പറമ്പിൽ കൂടി തന്നെയാണ് വിട്ടേക്കണത്. അപ്പോൾ ഈ റോഡ് കളയണം, മണ്ണെടുത്ത് കളയണമെന്ന് പറഞ്ഞാണ് ഞാൻ ഇവിടെ കാന കയറി 2 പണിക്കാരെ കൂട്ടി വെള്ളം ഞാൻ എൻ്റെ പറമ്പിൽ കൂടി വിട്ടേക്കുവാണ്, പെരയുടെ മുകളിൽ കൂടി റബ്ബറിൻ്റെ അകത്ത് വിട്ടേക്കുവാണ്. അങ്ങനെ ആരെങ്കിലും ചെയ്യുന്ന പണിയാണ് ഞങ്ങൾ ചെയ്തു വെച്ചേക്കണത്. ഇനി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഇവർ ഇത് എടുത്ത് കളയണമെന്ന് പറഞ്ഞുള്ള ലഹളയാണ്. അത് എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ പെര പോകും. ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾക്ക് ഇവിടെ കിടന്ന് ജയിക്കാൻ യാതൊരു നിവൃത്തിയില്ല. ഓരോ മഴക്കാലത്തും വെള്ളക്കെട്ട് മൂലം ദുരിതമനുഭവിക്കുമ്പോൾ സ്വന്തം ഭൂമിയിലൂടെ വെള്ളത്തെ ഒഴുക്കിവിട്ട് പൊതു റോഡ് സംരക്ഷിക്കാനിറങ്ങിയ വയോധികയ്ക്ക് നേരെയാണ് പലയിടങ്ങളിൽ നിന്ന് ഭീഷണി ഉയരുന്നത്. പ്രശ്നം സ്ഥലം MLAയും മന്ത്രിയുമായ കെ രാജന്റെയും വാർഡ് മെമ്പറുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്ന് വീട്ടുകാർ പറഞ്ഞു. തിരുവിതാംകൂർ ദേവസ്വം പള്ളിപ്പുറം പയങ്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. ക്ഷേത്ര ചടങ്ങുകൾക്ക് തന്ത്രി KPC വിഷ്ണു ഭട്ടതിരിപ്പാട് നേതൃത്വം നൽകി. എഴുന്നള്ളിപ്പ്, മേളം, പ്രസാദോട്ട്, വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം നടന്ന പഞ്ചവാദ്യം എന്നിവ നടന്നു. പ്രസിഡന്റ് EP രാമകൃഷ്ണൻ, സെക്രട്ടറി സുഭാഷ് കോടാക്കി, വൈസ് പ്രസിഡന്റ് KG ചന്ദ്രൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് സ്വകാര്യ ബസ്സുകൾ 26 മുതൽ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കുമെന്ന് ബസ് ഓപ്പറേറ്റർമാരുടെ വിവിധ സംഘടനകൾ അറിയിച്ചു. തൃശൂർ കോഴിക്കോട് റൂട്ടിൽ പുഴയ്ക്കൽ വഴി സർവീസ് നടത്തുന്ന ബസ്സുകളും തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന ബസ്സുകളുമാണ് പണിമുടക്കുന്നത്. തൃശൂർ കൊടുങ്ങല്ലൂർ റോഡിൽ കോൺക്രീറ്റ് ഇടൽ ആരംഭിച്ച 3 വർഷം പിന്നിട്ടിട്ടും 14 കിലോമീറ്റർ മാത്രമാണ് പൂർത്തിയാക്കിയത്. 24 കിലോമീറ്ററാണ് ഇനിയും ബാക്കിയുള്ളത്. ഈ വഴിയിൽ പണി നടക്കുമ്പോൾ ബസ്സുകൾ വഴിതിരിച്ചുവിടുന്നത് മൂലം അധിക ദൂരം ഓടേണ്ടി വരും. ഡീസൽ നഷ്ടവും ബസ്സുകൾക്ക് അധിക പണി വരുന്നതും ബസ് ഉടമകൾക്ക് ബുദ്ധിമുട്ടാണ്. സമയത്തെ ചൊല്ലി ബസ് ജീവനക്കാർക്കിടയിൽ നിരന്തരം തർക്കവും വഴക്കും ഉണ്ടാകുന്നുണ്ട്. ഇത് ജീവനക്കാരിൽ മാനസിക സമ്മർദ്ദം വർദ്ധിക്കുന്നതിന് കാരണമാകുമെന്നും ബസ് ഉടമകൾ ആരോപിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂർ റൂട്ടിൽ കോൺക്രീറ്റ് ഇടൽ നിർത്തി മെക്കാഡൻ ടാറിംഗ് വേണമെന്നാണ് ബസ് ഉടമകളുടെ ആവശ്യം. കോൺക്രീറ്റ് പണിയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 3 കൊല്ലം കൊണ്ട് 14 കിലോമീറ്റർ മാത്രമാണ് കോൺക്രീറ്റ് പണി ഇപ്പോൾ പൂർത്തീകരിക്കാൻ ഈ കമ്പനിക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഇനി 37 കിലോമീറ്റർ ചെയ്യണം. 3 കിലോമീറ്റർ കോൺക്രീറ്റ് ചെയ്യാൻ 8 കിലോമീറ്ററോളം സ്വകാര്യ ബസ്സുകൾ ഡൈവേർഷൻ എടുത്ത് വളഞ്ഞോടണം. 10 ലിറ്റർ ഡീസലാണ് ഒരു ബസ്സിന് കൂടുതൽ ഉണ്ടാകുന്നത്. എങ്ങനെ താങ്ങും? ബസ്സിൻ്റെ ലീഫ് പൊട്ടുക, പർച്ച് പൊട്ടുക. ഡൈവേർഷൻ ചെയ്യുന്ന ഈ പാതകളാവട്ടെ വളരെ വീതി കുറഞ്ഞതും ബസ്സുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തതുമാണ്.
അവിടെ നിത്യേന ബസ്സുകളും ചെറുവാഹനങ്ങളായിട്ട് അപകടങ്ങൾ ഉണ്ടാകുന്നു. സമരം ഞങ്ങൾ ബസ്സുകൾ തൃശ്ശൂർ ജില്ലയിൽ ഈ 2 റൂട്ടുകളിലും 26-ാം തീയതി മുതൽ അനിശ്ചിതകാലത്തേക്ക് സ്വകാര്യ ബസ്സുകൾ ഇവിടെ സർവീസ് നിർത്തിവയ്ക്കാൻ ബസ് ഉടമസ്ഥ കോർഡിനേഷൻ കമ്മിറ്റി ഐക്യകണ്ഠേന തീരുമാനമെടുത്തിട്ടുണ്ട്. ഇരിങ്ങാലക്കുട ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അഗ്നീർ എന്ന സ്ഥാപനത്തിലൂടെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ സംഭവത്തിൽ കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത്. അഗ്നീർ എന്ന സ്ഥാപനത്തിന്റെ പേരിൽ നടത്തിയ തട്ടിപ്പ് കാറളം സ്വദേശി നിഷ, ഭർത്താവ് സുനിൽകുമാർ എന്നിവർക്കെതിരെ ഇരിങ്ങാലക്കുട പോലീസ് കേസെടുത്തു. 12 പേരാണ് പരാതിയുമായി സ്റ്റേഷനിലെത്തിയത്. 5 പേരുടെ പരാതി സ്വീകരിച്ചു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പരാതിയുമായി എത്തിയവരോട് വിസയ്ക്ക് പണമയച്ചു നൽകിയ ബാങ്ക് പരിധിയിൽ പരാതി നൽകാൻ പോലീസ് നിർദ്ദേശിച്ചു. പ്രതികളെ പിടികൂടണമെന്നാവശ്യപ്പെട്ട BJP ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റി രംഗത്തെത്തിയിട്ടുണ്ട്. പ്രതികളും കോൺഗ്രസ് നേതാക്കളും നിൽക്കുന്ന ചിത്രങ്ങളും BJP പുറത്തുവിട്ടു. വിദേശ രാജ്യങ്ങളിലേക്ക് തൊഴിൽ നൽകാമെന്ന് വിശ്വസിപ്പിച്ച നിരവധി ഉദ്യോഗാർത്ഥികളിൽ നിന്നും കോടികൾ തട്ടിയെടുത്ത് ഒളിവിൽ പോയ കോൺഗ്രസ് പ്രാദേശിക നേതാക്കളായ ചെമ്പിപ്പറമ്പിൽ സുനിൽകുമാർ, നിഷ ദമ്പതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് BJP കാറളം പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. കോൺഗ്രസിന്റെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഉന്നത നേതാക്കളുമായി ബന്ധം ചൂണ്ടിക്കാണിച്ച് ഉദ്യോഗാർത്ഥികളെ കെണിയിൽപ്പെടുത്തി അവരിൽ നിന്നും തട്ടിയെടുത്ത പണം കൊണ്ട് പലയിടങ്ങളിലും സ്വത്തുക്കളും മുന്തിയിനം വാഹനങ്ങളും സ്വന്തമാക്കിയ ഈ ദമ്പതിമാരുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ കണ്ടുകെട്ടി പണം നഷ്ടപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് തിരിച്ചു നൽകാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും BJP ആവശ്യപ്പെട്ടു. മുൻ MP TN പ്രതാപൻ, JP മേത്തർ MP എന്നിവരോടൊപ്പം പ്രതികൾ നിൽക്കുന്ന ചിത്രങ്ങളും BJP സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചു. ഇരിങ്ങാലക്കുട കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന അഗ്നീർ എന്ന സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിരിക്കുന്ന വിസ തട്ടിപ്പ് ആരോപണം ഗുരുതരമാണെന്നും ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ മറ്റു പല സ്റ്റേഷനുകളിലും ഈ വിഷയത്തിൽ വിവിധ പരാതികൾ ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഇവരുടെ രാഷ്ട്രീയ സ്വാധീനവും ഈ കേസിലെ പങ്കും അന്വേഷിക്കേണ്ടതുണ്ടെന്നും പോലീസ് അന്വേഷണം ശക്തിപ്പെടുത്തി സാമ്പത്തിക തട്ടിപ്പിന് ഇരയായവരുടെ സമ്പാദ്യം തിരിച്ചു നൽകുന്നതിനു വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും AIYF ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റിയും ആവശ്യപ്പെട്ടു. ഇരിങ്ങാലക്കുട അഗ്നീർ എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ ഒരു 4 മാസം മുന്നേ മാർച്ച് 9-ാം തീയതി ലക്സംബർഗ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ക്യാഷ് കൊടുത്തിരുന്നു. 2.5 ലക്ഷം രൂപയാണ് കൊടുത്തത്. അതനുസരിച്ച് 4 മാസം കഴിഞ്ഞിട്ടും വർക്ക് പെർമിറ്റ് വരാണ്ടായപ്പോൾ ഞങ്ങൾ ഫോണിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവർ ഫോൺ ഓഫായി കണ്ടു. അത് നമ്മൾ സ്ഥാപനത്തിൽ ചെന്ന് അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ സ്ഥാപനം അവിടെ പൂട്ടി കിടക്കുന്നതായിട്ടാണ് കണ്ടത്. അതനുസരിച്ച് നമ്മളവിടെ അവരുടെ വീട് കീഴ്ത്താണിയിലാണ്. അവരുടെ പേര് നിഷ സുനിൽകുമാർ എന്നാണ്, ഹസ്ബൻഡിൻ്റെ പേര് സുനിൽകുമാർ. ഞങ്ങൾ അവരുടെ വീട്ടിൽ പോയി. ചെമ്പിപ്പറമ്പിൽ നിന്നാണ് അവരുടെ വീട്ടിൻ പേര്. അപ്പോൾ അവരെ ഹസ്ബൻഡ് വന്ന 1.5 മാസമായിട്ട് ഇവർ തമ്മിൽ ഒരു ബന്ധമില്ല. അവരിവിടുന്ന് പോയി. അവരുടെ വീട് പാലക്കിലാണെന്ന് പറഞ്ഞു. അതനുസരിച്ച് ഞങ്ങൾ കുറച്ച് പേര് പാലക്കിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത് അവിടെ ഇല്ല, ദുബായിലാണ്. അങ്ങനെ അവരുടെ മോൻ ഞങ്ങൾക്ക് അവരെ കോണ്ടാക്ട് ചെയ്ത് വന്നു. അതനുസരിച്ച് ഞങ്ങൾ എല്ലാവരും സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് 6 മാസം സമയം കൊടുക്കണം, എല്ലാവരുടെ ക്യാഷും തിരിച്ചു തരാമെന്നാണ് പറഞ്ഞത്. കഴിമ്പ്രം പാലപ്പെട്ടി ബീച്ചിൽ സ്ത്രീയുടെ മൃതദേഹം കരക്കടിഞ്ഞു. മൃതദേഹം ആരുടേതാണെന്ന് തിരിച്ചറിഞ്ഞിട്ടില്ല. ഇന്നുച്ചയ്ക്ക് 1 മണിയോടെയാണ് ഏകദേശം 50 വയസ്സ് തോന്നിക്കുന്ന സ്ത്രീയുടെ മൃതദേഹം കടപ്പുറത്തടിഞ്ഞത്. നാട്ടുകാരാണ് മൃതദേഹം കണ്ടത്. നീല ടീഷർട്ടും അടിവസ്ത്രവുമാണ് ധരിച്ചിട്ടുള്ളത്. 11 മണിയോടെ ഈ സ്ത്രീയെ പരിസരത്ത് കണ്ടിരുന്നതായി പറയുന്നു. മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. വലപ്പാട് പോലീസും അഴീക്കോട് കോസ്റ്റൽ പോലീസും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. നിയമന തട്ടിപ്പ് കേസിൽ കയ്പമംഗലത്ത് സ്കൂൾ മാനേജർ അറസ്റ്റിൽ. കൂരിക്കുഴി AMUP സ്കൂൾ മാനേജർ വലപ്പാട് കോതക്കുളം സ്വദേശി പ്രവീൺ വാഴൂരിനെയാണ് കയ്പമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതേ സ്കൂളിലെ ടീച്ചർമാരായ 7 പേർ നൽകിയ പരാതിയിലാണ് പോലീസ് അന്വേഷണം നടത്തി അറസ്റ്റ് ചെയ്തത്. 25 ലക്ഷം മുതൽ 45 ലക്ഷം രൂപ വരെ മാനേജർ ടീച്ചർമാരിൽ നിന്നും വാങ്ങിയിട്ടുണ്ടെന്നാണ് വിവരം. എന്നാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇവരെ നിയമിക്കുകയോ നിയമനം നടത്തിയവർക്ക് ശമ്പളമോ ലഭിക്കാതായതോടെയാണ് ടീച്ചർമാർ പരാതി നൽകിയത്. 2012 മുതൽ ഇയാൾ പലരിൽ നിന്നായും പണം കൈപ്പറ്റിയിട്ടുണ്ട്. കയ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ ഇയാൾക്കെതിരെ 4 കേസുകൾ എടുത്തിട്ടുണ്ട്. 406, 420, 34 IPC വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിട്ടുള്ളത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ M ഷാജഹാൻ, SI മാരായ N പ്രദീപ്, സജി പാൽ, സിയാദ്, ഷെരീഫ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി.
സ്വർണം ഗ്രാമിന് 6715 രൂപ, പവന് 53,720 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. അന്താരാഷ്ട്ര യോഗാ ദിനം ചേർപ്പ് മേഖലയിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. വെൽക്കം ഡ്രിങ്കിൽ നിന്നും ഭക്ഷ്യവിഷബാധ. ചേർപ്പ് ചൊവ്വൂരിൽ മരണാനന്തര ചടങ്ങുകളുടെ ഭാഗമായി നടന്ന വിരുന്നിൽ പങ്കെടുത്ത നിരവധി പേർക്ക് ഭക്ഷ്യവിഷബാധ. കരുവന്നൂരിൽ നിയന്ത്രണം വിട്ട സ്വകാര്യ ബസ് 3 വാഹനങ്ങളിൽ ഇടിച്ചപകടം. വെള്ളിയാഴ്ച രാവിലെ 7:30ഓടെയാണ് അപകടം നടന്നത്. ഒല്ലൂർ തൈക്കാട്ടുശ്ശേരി സെന്റ് പോൾസ് പള്ളിയിലെ വിശുദ്ധ പൗലോസ്ലീഹായുടെ തിരുനാൾ 30-ന് ഞായറാഴ്ച ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.